നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളുമായി ഗൾഫ് ടുഡേ നമുക്ക് ആരംഭിക്കാം. ഞാൻ അമൃത പടിക്കാൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. UAE ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ, പാസ്പോർട്ട് സേവനങ്ങൾക്കായി നൽകിയ പുതിയ കരാർ റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. കരാർ നടപടികൾ സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പഴയ കമ്പനികൾക്ക് 1 മാസം കൂടി സേവനം നൽകാമെന്നും കോടതി ഉത്തരവിട്ടു. ദുബൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UAEയിലുള്ള ഇന്ത്യക്കാരുടെ വിസ, പാസ്പോർട്ട്, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. നേരത്തെ ഈ സേവനങ്ങൾ നൽകിയിരുന്ന കമ്പനിയിൽ നിന്നും അത് മാറ്റിക്കൊണ്ട് പുതിയ കമ്പനിക്ക് കരാർ നൽകുകയുണ്ടായി. അൽ ഹിന്ദ് ട്രാവൽസ് ആണ് പുതുതായി ഇത്തരത്തിൽ കരാർ ഏറ്റെടുത്തത്. പക്ഷേ അതിന് പിന്നാലെ ഈ കരാർ നടപടികളൊക്കെയും സുതാര്യമല്ല എന്ന് കാട്ടിക്കൊണ്ട് കരാറിൽ പങ്കെടുത്ത മറ്റ് കമ്പനികളൊക്കെയും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ ഡൽഹി ഹൈക്കോടതി ഇന്ന് ആ കേസ് പരിഗണിച്ചപ്പോൾ ഇത്തരത്തിൽ പുതിയ കരാർ ലഭിച്ച ഈ ടെൻഡറിലൂടെ കരാർ ലഭിച്ച എല്ലാ കമ്പനികൾക്കും അത്തരത്തിൽ ആ ടെൻഡർ നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. ആ ടെൻഡർ അത് UAEയിലേക്കുള്ള ടെൻഡർ, ഒപ്പം തന്നെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള കരാറുകളൊക്കെയും റദ്ദാക്കിയിരിക്കുന്നു. ആ ടെൻഡർ നടപടി തന്നെ റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ പുതിയ കമ്പനിക്ക് ഈ സേവനങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കാൻ കഴിയില്ല. ഡൽഹി ഹൈക്കോടതി പറയുന്നതനുസരിച്ചാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഈ ടെൻഡർ നടപടികളൊക്കെയും വീണ്ടും കൊണ്ടുവന്ന് അത് പൂർത്തിയാക്കി അടുത്ത കമ്പനിക്ക് ഈ ഒരു കരാർ നൽകണം എന്നാണ് കോടതി പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ സേവനങ്ങൾ ഏതൊക്കെ കമ്പനികളാണോ നൽകിയിരുന്നത്, അപ്പോൾ ആ കമ്പനികൾക്ക് ആ സേവനങ്ങൾ നൽകാം എന്നുള്ള കാര്യം കൂടി കോടതി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം BLS ഇന്റർനാഷണലാണ് ഇത്തരത്തിൽ സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് ഇനി മുതൽ ഈ സേവനങ്ങളൊക്കെ നൽകാൻ കഴിയും. ഇന്ത്യൻ എംബസി ഇക്കാര്യം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ നിലവിൽ തുടരുന്ന രീതിയിൽ എംബസിയിലും കോൺസുലേറ്റിലുമായി സേവനങ്ങൾ തൊട്ടടുത്ത ദിവസവും ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും. അതിലൂടെ വീണ്ടും BLS ഇന്റർനാഷണലിലേക്ക് ഈ സേവനങ്ങളൊക്കെ മാറും. പിന്നീട് 1 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ നടപടിക്രമങ്ങളൊക്കെ ആദ്യം മുതൽ നടത്തി വേണം പുതിയ കമ്പനിക്ക് ഈ കരാറൊക്കെയും നൽകേണ്ടത്. എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസുകളൊക്കെ ലഭിക്കാൻ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് 1 മാസമെങ്കിലും ഇനിയും ഈ തരത്തിൽ ഈ കാര്യങ്ങൾ തുടരും. പക്ഷേ അതിനുശേഷം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കമ്പനി ഇത് ഏറ്റെടുത്ത് അത് നടത്തി കൊണ്ടുപോകും. ആ സേവനങ്ങളൊക്കെ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഇറാനിൽ അമേരിക്കൻ ആക്രമണം തുടരുകയാണ്. കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സേനാതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ പ്രത്യാക്രമണം. അതിനിടെ ഹോർമുസിൽ ചരക്ക് കപ്പലുകൾക്ക് 20% സുരക്ഷാ ഫീസ് ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപായി തെക്കൻ ഇറാനിലേക്ക് കനത്ത വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ആക്രമിച്ചത്. ഖഷാം, ബന്ദർ അബ്ബാസ്, സിരിക്, ഹോർമോസ്ഗൻ എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായി. കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തി. ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ധന ടാങ്കുകളും കുവൈത്തിൽ ലോജിസ്റ്റിക് ഹബും ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. വ്യോമാതിർത്തി ലംഘിച്ച 4 ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി ജോർദാൻ സൈന്യവും വ്യക്തമാക്കി. അമേരിക്കയുടെ ആക്രമണം തുടരുന്നിടത്തോളം കാലം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. ഹോർമൂസിൽ ചരക്കു കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്നതിനായി 20% സുരക്ഷാ ഫീസ് ഏർപ്പെടുത്തുമെന്ന തീരുമാനം പിൻവലിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബെൻ ക്രൂഡ് വില ബാരലിന് $86.19 ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കാൻ പ്രത്യേക ഡാഷ്ബോർഡ് സ്ഥാപിക്കും. അതിനിടെ ഈ മാസം 12-ന് ഒമാൻ തീരത്ത് കപ്പലാക്രമണത്തിൽ കാണാതായ ഇന്ത്യൻ നാവികൻ മരിച്ചുവെന്നാണ് സ്ഥിരീകരണം. പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നാവികരുടെ തത്സമയ നിരീക്ഷണമാണ് കേന്ദ്രം ഓപ്പറേഷണൽ ഡാഷ്ബോർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏത് രാജ്യത്തിന്റെ കപ്പലാണെന്ന് പതാക പരിഗണിക്കാതെ എല്ലാ കപ്പലുകളിലുമുള്ള ഇന്ത്യൻ നാവികരുടെ വിവരം ലഭ്യമാക്കും. അമേരിക്കയുടെയും ഇറാനിന്റെയും ആക്രമണങ്ങളിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ കപ്പലുകളിലുള്ള 8 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. കപ്പലിന്റെ സ്ഥാനം, ഉടമസ്ഥാവകാശം, ജീവനക്കാരുടെ എണ്ണം, ഭീഷണി വിലയിരുത്തൽ, അടുത്ത തുറമുഖം, സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഡാഷ്ബോർഡ് നൽകും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോണോവാളിന്റെ നേതൃത്വത്തിൽ ചേർന്ന അന്തർമന്ത്രാലയ അവലോകന യോഗത്തിലാണ് തീരുമാനം. അപകടത്തിൽപ്പെടുന്ന നാവികരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഇനി മുതൽ പ്രത്യേക ലൈസൺ ഓഫീസർമാർ ഉണ്ടാകും.
അതിനിടെ ഈ മാസം 12-ന് നടന്ന ആക്രമണത്തിൽ GFS ഗാലക്സി എന്ന കപ്പലിൽ നിന്ന് കാണാതായ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടെന്ന് കുടുംബം സ്ഥിരീകരിച്ചു. പൂനെ സ്വദേശി ഹേരം കർമാക്കറാണ് മരണപ്പെട്ടത്. ഒമാൻ തീരത്ത് വെച്ചായിരുന്നു ആക്രമണം. 24 ഡൽഹി. ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷകാലത്ത് ബഹ്റൈന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സംരക്ഷണത്തിനുമായി സേവനമനുഷ്ഠിച്ച മുൻനിര പ്രവർത്തകരെ ആദരിച്ച് റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. പ്രത്യേക ചടങ്ങിലായിരുന്നു ആദരം. താങ്ക് യു ഫ്രം ദ ഹാർട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിരോധ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, സിവിൽ ഡിഫൻസ്, ബഹ്റൈൻ പോലീസ് ബാൻഡ് എന്നിവയുടെ സേവനങ്ങൾ പ്രത്യേകം അനുമോദിച്ചു. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ഇബ്രാഹിം അൽദോസരിയും മറ്റുന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. മനാമയിലെ മറാസി ഗലേറിയ മാളിൽ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകർക്ക് മുൻനിര പ്രവർത്തകരോടുള്ള നന്ദി സന്ദേശങ്ങൾ പ്രത്യേക അതിഥി പുസ്തകത്തിൽ രേഖപ്പെടുത്താം. കൂടാതെ ബലൂണുകൾ വാങ്ങുന്നതിലൂടെ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സംഭാവന നൽകാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 24 ബഹ്റൈൻ. ദുബൈയിൽ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് കവർന്ന 10 മില്യൺ ദിർഹം വീണ്ടെടുത്തു പോലീസ്. കവർച്ച നടത്തി മിനിറ്റുകൾക്കുള്ളിലാണ് പണം കണ്ടെത്തിയത്. എക്സ്ചേഞ്ചിലെ ജീവനക്കാരൻ ഫോണിൽ എമർജൻസി സേവനം ഉപയോഗപ്പെടുത്തിയതാണ് പണം തിരികെ ലഭിക്കുന്നതിൽ നിർണായകമായത്. ദുബായ് ദേറയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കറൻസി എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം ജീവനക്കാരെ കെട്ടിയിട്ടു. പിന്നാലെ 10 മില്യൺ ദിർഹം കവർന്ന ശേഷം കടന്നുകളഞ്ഞു. ഇതിനിടെ ഒരു ജീവനക്കാരൻ കെട്ടഴിച്ച് ഫോണിൽ SOS സേവനം ഉപയോഗപ്പെടുത്തി ദുബായ് പോലീസിൽ വിവരമറിയിച്ചു. ഞൊടിയിടയിൽ പറന്നെത്തിയ പോലീസ് കവർച്ചാ സംഘത്തെ പിടികൂടി. 3 ആഫ്രിക്കൻ പൗരന്മാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഓപ്പറേഷൻസ് റൂമിൽ അലേർട്ട് ലഭിച്ചതോടെ ദേറയിലേക്കുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. എമിറേറ്റിലുടനീളവും അതിർത്തി പ്രദേശങ്ങളിലും ചെക്കിംഗ് കർശനമാക്കി. ഒരു പ്രതി സഞ്ചരിച്ച വാഹനം പരിശോധനയിൽ കണ്ടെത്തി. ഇയാളിൽ നിന്ന് കുറച്ച് തുകയും കണ്ടെത്തിയിരുന്നു. ഹെലികോപ്റ്റർ അടക്കം ഇറക്കിയാണ് പോലീസ് പരിശോധന തുടർന്നത്. പിന്നാലെ പണം ഉപേക്ഷിച്ച് ഒളിച്ചിരുന്ന മറ്റ് 2 പ്രതികളെ കൂടി പോലീസ് പിടികൂടി. അത്യാവശ്യ ഘട്ടങ്ങളിൽ SOS സംവിധാനം ഉപയോഗിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിവേഗം ആക്ഷൻ എടുക്കുന്നതിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായ ദുബായ് പോലീസിന്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ഈ സംഭവം. 24 ദുബായ്. സ്പോൺസറുടെ ആവശ്യമില്ലാത്ത 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ആരംഭിച്ച് UAE. അന്താരാഷ്ട്ര സന്ദർശകർക്ക് രാജ്യത്തേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതാണ് നീക്കം. 66,000-ഓളം പേർക്ക് ഈ വർഷം ഇതുവരെ ഗോൾഡൻ വിസ നൽകിയതായി GDRFA ദുബായ് വ്യക്തമാക്കി. ദീർഘകാല വിസ യോഗ്യരായ സഞ്ചാരികൾക്ക് 5 വർഷത്തെ കാലയളവിൽ ഒന്നിലധികം തവണ UAEയിൽ പ്രവേശിക്കാനും പുറത്തു പോകാനും അവസരമൊരുക്കുന്നതാണ് പുതിയ വിസ. സ്പോൺസർമാരുടെ ആവശ്യമേയില്ല. വിനോദസഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കും രാജ്യം പതിവായി സന്ദർശിക്കുന്നവർക്കും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. വിസ നിയമങ്ങളും ചട്ടക്കൂടുകളും ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ നൽകാനും ആലോചനയുണ്ട്. വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ 66,000 ഗോൾഡൻ വിസ അനുവദിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് വ്യക്തമാക്കി. 1052 ദശലക്ഷത്തിലധികം പുതിയ റെസിഡൻസി പെർമിറ്റുകൾ നൽകി. 5 ദശലക്ഷത്തിലധികം എൻട്രി പെർമിറ്റ് ഇടപാടുകൾ പൂർത്തിയാക്കി. താമസത്തിനും ജോലിക്കും നിക്ഷേപത്തിനും അനുയോജ്യമായ ഒരു ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ എമിറേറ്റിന്റെ തുടർച്ചയായ വളർച്ച വ്യക്തമാക്കുന്ന കണക്കുകളാണിത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ GDRFA ദുബായ് 9,10,000-ലധികം റെസിഡൻസി പുതുക്കൽ ഇടപാടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 24 ദുബായ്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കായി പുതിയ നിബന്ധനകൾ വരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും യോഗ്യതയും ആരോഗ്യസ്ഥിതിയും പെരുമാറ്റവും വിലയിരുത്തുന്നതിനുള്ള
പ്രത്യേക കരട് ചട്ടക്കൂടാണ് ഹെൽത്ത് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ജോലി ചെയ്യുന്നവരുടെ അറിവ്, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, രോഗികളോടുള്ള പെരുമാറ്റം എന്നിവ നിരന്തരം വിലയിരുത്തും. വീഴ്ചകൾ കണ്ടെത്തുന്നവർക്ക് പരിശീലനം നൽകുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ വിലക്കേർപ്പെടുത്തുകയോ ചെയ്യും. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ചികിത്സാ നിലവാരം വർദ്ധിപ്പിക്കാനുമാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. ഹെൽത്ത് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഈ കരട് നിയമത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. കുവൈത്തിന്റെ ആദ്യത്തെ ഗോൾഡൻ റെസിഡൻസിയായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി കുവൈറ്റ് പുതുതായി ആരംഭിച്ച ദീർഘകാല റെസിഡൻസി പ്രോഗ്രാമിലൂടെ 15 വർഷത്തെ ആദ്യ ഗോൾഡൻ റെസിഡൻസിയായാണ് MA യൂസഫ് അലി മാറിയത്. ബയാൻ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുവൈറ്റ് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബ നേരിട്ടാണ് രേഖകൾ കൈമാറിയത്. മികച്ച നിക്ഷേപങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ബിസിനസ് നിക്ഷേപ കേന്ദ്രമായി കുവൈത്തിനെ മാറ്റുന്നതിനും ഈ പദ്ധതി വലിയൊരു ചുവടുവെപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. അംഗീകാരത്തിന് അർഹനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനൊരുങ്ങുന്നു. എയർബസ്, ബോയിംഗ് കമ്പനികളിൽ നിന്നായി 36 പുതിയ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി. വലിയ എയർബസ് A350 ഇനത്തിൽപ്പെട്ട 6 വിമാനങ്ങളും ബോയിങ്ങിന്റെ 30 വിമാനങ്ങളുമാണ് ഈ കരാറിലുള്ളത്. അടുത്തയാഴ്ച ലണ്ടനിൽ നടക്കുന്ന പ്രശസ്തമായ പാൻബറോ എയർ ഷോയിൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഈ മാസം പറന്നു തുടങ്ങിയ റിയാദ് എയർ 7 വിമാനങ്ങളുമായി ദുബൈയിൽ, ലണ്ടൻ അടക്കം 9 അന്താരാഷ്ട്ര നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. നേരത്തെ 2023 വലിയ തോതിൽ വിമാനങ്ങൾക്കായി കമ്പനി ഓർഡറുകൾ നൽകിയിരുന്നു. കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതോടെ റിയാദ് എയറിന്റെ രാജ്യാന്തര സർവീസുകൾ വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. കനത്ത ചൂടിന് ആശ്വാസമേകി UAEയിലെ ചിലയിടങ്ങളിൽ മഴ. അലൈനിലാണ് ഉച്ചയോടെ മഴ പെയ്തത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാളെയും മഴ തുടരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൂടിന് കാര്യമായി കുറവുണ്ടാകില്ല. അലൈനിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മൂടൽമഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകകപ്പ് വിശേഷത്തിലേക്ക് തന്നെയാണ്. അർജന്റീനയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ. Golcano in association with Mether Eagles FC, Kerala. ഫിഫ ലോകകപ്പ് സെമിയിൽ വാശിയേറ്റിയ അർജന്റീന ഇംഗ്ലണ്ട് വമ്പൻ പോരിന് ഇനി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. രാത്രി 12:30 അറ്റ്ലാന്റയിലാണ് മത്സരം. ജയിക്കുന്ന ടീം ജൂലൈ 20 നടക്കുന്ന ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ലോക കിരീടം നിലനിർത്തുന്ന 3ാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന അർജന്റീന 1966 ശേഷം സ്വർണ്ണക്കപ്പ് തിരികെ വീട്ടിലെത്തിക്കാൻ ഇംഗ്ലണ്ട്. വെറുമൊരു മത്സരത്തിനപ്പുറം രാഷ്ട്രീയവും യുദ്ധവും പ്രതികാരവുമെല്ലാം സമ്മിശ്രം ചാലിച്ച ക്ലാസിക് പോര്. അറ്റ്ലാന്റയിൽ ഇന്ന് തീപാറും. ലോകകപ്പിൽ ഇതുവരെ കണ്ടത് ലോക ചാമ്പ്യന്മാരുടെ നിഴൽ മാത്രം. കെട്ടുറപ്പില്ലാത്ത പ്രതിരോധ നിര, കളിമറക്കുന്ന മധ്യനിര, സർവത്ര കുഴപ്പം. ഇതിനെല്ലാം മറികടക്കുന്ന എക്സ് ഫാക്ടർ ലിയോണൽ മെസ്സി. ഇംഗ്ലണ്ടിനെതിരെ ഇതുവരെ കളിച്ച കളി പോരാ, ഉണർന്ന് കളിച്ചേ മതിയാകൂ. 6 മത്സരങ്ങളിൽ 17 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 6 എണ്ണം. അതിൽ 5ഉം അവസാന 3 എണ്ണത്തിൽ. ലൗട്ടാരോ മാർട്ടിനസും അൽവാരസും ഗോളടിച്ച് തുടങ്ങിയതും അവസാന മിനിറ്റുകളിലെ തിരിച്ചുവരവുകളുമാണ് കലോണിയുടെ പ്രതീക്ഷ. പ്ലേയിങ് 11-ൽ ഇന്ന് മാറ്റങ്ങൾ ഉറപ്പ്. തോൽവി അറിയാതെയാണ് ഇംഗ്ലണ്ടിൻ്റെയും വരവ്. ക്രൊയേഷ്യ തകർത്ത് തട്ടുപൊളിപ്പൻ തുടക്കം. നോക്കൌട്ടിലും പ്രീ ക്വാർട്ടറിലും പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വന്നപ്പോൾ കണ്ടത് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇംഗ്ലീഷ് വീര്യം. ഗോളടിച്ചു കൂട്ടുന്ന നായകൻ ഹാരി കെയ്ൻ. മധ്യനിരയിൽ കളി മെനയുന്നതിനൊപ്പം പിഴയ്ക്കാത്ത ഷോട്ടുകളുമായി ജൂഡ് ബെല്ലിംഗാം. 6 ഗോൾ വീതം നേടിയ കെയ്നും ബെല്ലിംഗാമും ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പയ്ക്കും മെസ്സിക്കും പിന്നാലെയുണ്ട്. പകരക്കാരുടെ നിരയും സുസജ്ജം. പ്രതിരോധമാണ് ഇംഗ്ലണ്ടിൻ്റെയും പ്രശ്നം. 13 ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് 6 എണ്ണം. ലോകകപ്പിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നത് 5 തവണ. 3 എണ്ണം ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീനയ്ക്കൊപ്പം 2 ജയം. ഏറ്റവും ഒടുവിൽ 2002 ലോകവേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഡേവിഡ് ബെക്കാമിന്റെ ഗോളിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറി. 7ാം തവണയാണ് അർജന്റീന ലോകകപ്പ് സെമിയിലെത്തുന്നത്. 6ലും ജയിച്ചു. ഇംഗ്ലണ്ടിനിത് 3ാം സെമി. ഒരെണ്ണം ജയിച്ചപ്പോൾ 2 എണ്ണത്തിൽ കാലിടറി.
മെസ്സിയുടെ വിടവാങ്ങൽ ലോകകപ്പും ഇംഗ്ലണ്ടിന്റെ 60 വർഷത്തെ കാത്തിരിപ്പും തമ്മിലുള്ള പോരിൽ ആര് ജയിച്ചാലും അത് ചരിത്രം. വെൽക്കം ഡെസ്ക് 24. മെഡിക്കൽ കരിയറിലേക്ക് ഒരു സുവർണാവസരം. 24 സ്റ്റഡി അബ്രോഡ് അവതരിപ്പിക്കുന്ന 24 ഇന്റർനാഷണൽ മെഡിക്കൽ എക്സ്പോ 2026 ജൂലൈ 21 കൊച്ചിയിലും ജൂലൈ 23 കോഴിക്കോടും നടക്കുന്നു. MBBS, നഴ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി ഉസ്ബെക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നീ രാജ്യങ്ങളിലെ പഠനാവസരങ്ങളെക്കുറിച്ച് വിദഗ്ധരിൽ നിന്ന് നേരിട്ടറിയാം. നീറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും യോഗ്യതയനുസരിച്ച് അപേക്ഷിക്കാം. IELTS ആവശ്യമില്ല. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈ വിസ സക്സസ് റേറ്റ് കൂടാതെ ജർമ്മനി, ഓസ്ട്രിയ പാത്വേ സംബന്ധിച്ച വിവരങ്ങളും ലഭിക്കും. കോഴ്സ് ഫീസ് വർഷം 3 ലക്ഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സീറ്റുകൾ പരിമിതമാണ്. ജൂലൈ 21 രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് ഇൻസൈറ്റ് മീഡിയ സിറ്റി വെണ്ടല കൊച്ചിയിലും, ജൂലൈ 23 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് സരോവരം മിനി ബൈപ്പാസ് കോഴിക്കോടും. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 9001 900156 അല്ലെങ്കിൽ 8000 800120 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടേഴ്സിന് ഗുരുതര പിഴവെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ. ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൌകര്യമില്ലാതെ അനസ്തേഷ്യ നൽകിയത് കുറ്റകരമായ വീഴ്ചയാണെന്നും മെഡിക്കൽ ബോർഡ് നിരീക്ഷിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലാണ് കണ്ണൂരിൽ വിദഗ്ധ സമിതി യോഗം ചേർന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചികിത്സാരേഖകളും പരിശോധിച്ച മെഡിക്കൽ ബോർഡ് മരണത്തിൽ ഡോക്ടേഴ്സിന് വീഴ്ചയുണ്ടായി എന്ന് വിലയിരുത്തി. രാവിലെ 10:15 ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയത് വൈകിട്ടാണ്. അപ്പോഴേക്കും മുറിവ് ഉണങ്ങിത്തുടങ്ങിയിരുന്നു. അനസ്തേഷ്യ നൽകി കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൌകര്യം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇല്ലായിരുന്നു. പിഴവ് മനസ്സിലാക്കി വൈകിട്ട് 6 മണിയോടെയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റിയത്. അപ്പോഴേക്കും എല്ലാം വൈകിയിരുന്നുവെന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. അതിനിടെ വിദഗ്ധ സമിതി അംഗങ്ങളുടെ എണ്ണത്തെ ചൊല്ലി ഗവൺമെന്റ് പ്ലീഡറും DMOയും തമ്മിൽ യോഗത്തിൽ തർക്കവുമുണ്ടായി. പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധ സമിതിയിൽ 5 ഡോക്ടേഴ്സിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ എന്ന് പ്ലീഡർ ചൂണ്ടിക്കാട്ടിയതോടെ 2 പേരെ ഒഴിവാക്കിയാണ് യോഗം തുടങ്ങിയത്. അനാസ്ഥയിൽ പോലീസ് അന്വേഷണം തുടരാനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. അതിനിടെ കുഞ്ഞിനെ അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ പയ്യന്നൂർ പോലീസ് ചോദ്യം ചെയ്തു. അനസ്തേഷ്യ അനിവാര്യമായിരുന്നുവെന്നും പിഴവുണ്ടായിട്ടില്ല എന്നുമാണ് ഡോക്ടറുടെ മൊഴി. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരനും വ്യക്തമാക്കി. 24 കണ്ണൂർ. ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതി അപ്രായോഗികമെന്ന വിലയിരുത്തലിൽ സർക്കാർ. പദ്ധതി അതേ രൂപത്തിൽ ഏറ്റെടുക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വിദഗ്ധ സമിതിക്ക് മുഖ്യമന്ത്രി റിപ്പോർട്ട് നൽകി. 23 സ്റ്റേഷനുകൾ, 200 കിലോമീറ്റർ വേഗത, 473 കിലോമീറ്റർ ദൂരം. ഇതായിരുന്നു ശ്രീധരൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതി. മെട്രോമാന്റെ പദ്ധതിക്ക് അതേ രീതിയിൽ പച്ചക്കൊടി കാട്ടുന്നില്ല വിദഗ്ധ സമിതി. ഘടനയിലും സാമ്പത്തിക നിർദ്ദേശങ്ങളിലും മാറ്റം ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്രൗഡ് ഫണ്ടിംഗ് സാധ്യമാകുമോ എന്ന സംശയമാണ്. ശ്രീധരൻ മുന്നോട്ട് വെച്ചത് 40% ക്രൗഡ് ഫണ്ടിംഗ് ആണ്. 24,000 കോടി പിരിഞ്ഞു കിട്ടേണ്ടതുണ്ട്. സ്റ്റേഷനുകളടക്കം കൂടുതൽ ലാഭത്തിലാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. വിശദമായ പാരിസ്ഥിതിക പഠനം ആവശ്യമാണ്. അലൈൻമെന്റും ഫണ്ട് മോഡലും തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. മിഷൻ സമുദ്രയുമായി ചേർത്ത് വിഴിഞ്ഞത്തേക്ക് അതിവേഗ റെയിൽ നീട്ടണമെന്നും ശുപാർശയുണ്ട്. അതിനാൽ തന്നെ വിശദമായ പഠനം ആവശ്യമെന്നാണ് സർക്കാർ നിലപാട്. ഇതിന്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിന്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ സ്റ്റേഷനുകളുമായി അതിവേഗ റെയിലിനെ ബന്ധിപ്പിക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശയിൽ പറയുന്നു. മെട്രോ സ്റ്റേഷനുകളുമായി അതിവേഗ റെയിലിനെ ബന്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പുകളിലും മാറ്റം വേണം. കേരളയിൽ പോലെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകാൻ ഇടയില്ല. സ്ഥലമേറ്റെടുപ്പ് ബുദ്ധിമുട്ടാകില്ല. ശ്രീധരന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ 60,000 കോടിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 24 തിരുവനന്തപുരം. കേരളത്തിന്റെ ലഹരി വിരുദ്ധ പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി വിരുദ്ധ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി കൊച്ചിയിലെത്തുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസഡറായ മോഹൻലാലും തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും ക്യാമ്പയിനായി ഒരുമിച്ചെത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ അദ്ദേഹം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു.
വളരെ അനുകൂലമായൊരു അന്തരീക്ഷമാണ്. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. ഈ മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തയ്യാറായതിൽ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. അരമണിക്കൂറായിരുന്നു ചർച്ച. ഓപ്പറേഷൻ തൂഫാനിൽ സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലും പൂർണ്ണ പിന്തുണയാണ് സി ജോസഫ് വിജയ് നൽകിയത്. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ വിവരങ്ങൾ കൈമാറണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. അതിർത്തികളിലെ സംയുക്ത പരിശോധന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ധാരണയുണ്ടാകും. എയർപോർട്ടുകൾ, ട്രെയിനുകൾ, ബസ്സുകൾ, ബോട്ടുകൾ തുടങ്ങി ലഹരിയെത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളിലും സംയുക്ത പരിശോധന നടത്തുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. 24 ചെന്നൈ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ നിലപാട് കടുപ്പിച്ച NSS. ഒരു സർക്കാരിൽ നിന്നും ഉണ്ടാകാത്ത അപമാനമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് ജി സുകുമാരൻ നായർ തുറന്നടിച്ചു. NSS ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ സംഭാഷണം ഊഷ്മളമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. വി ഡി സതീശൻ പറയുന്നത് പച്ചക്കള്ളമെന്ന് സുകുമാരൻ നായർ ആരോപിച്ചു. മന്നം വിവാദത്തിൽ ഉപരാഷ്ട്രപതിയെ വലിച്ചിഴച്ചതിന് പിന്നിൽ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്നും NSS ജനറൽ സെക്രട്ടറി. ജി സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചില്ലെന്നും ബജറ്റ് തിരക്കായതിനാലാണ് കാണാതിരുന്നത് എന്നുമുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഇന്നത്തെ പ്രതികരണമാണ് ജി സുകുമാരൻ നായരെ പ്രകോപിപ്പിച്ചത്. NSS ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ സംഭാഷണം ഊഷ്മളമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിന്റെ തയ്യാറെടുപ്പിന്റെ സമയത്ത് എന്റെ അടുത്ത് ഫോൺ ഉണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി ജി സുകുമാരൻ നായർ രംഗത്തെത്തി. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണ്. ഒരു സർക്കാരിൽ നിന്നും ഉണ്ടാകാത്ത അപമാനമാണുണ്ടായതെന്നും വിമർശനം. ഇനി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും നിലപാട് കടുപ്പിച്ചു. പച്ചക്കള്ളമാണ് പറഞ്ഞു. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. ഞാൻ കാണാൻ അങ്ങോട്ട് ചോദിക്കുമ്പം സമയം തരാത്ത ആളെ പിന്നെ ഞാനെന്തിനെ കാണുന്നു? എനിക്ക് താല്പര്യമില്ല. മന്നം വിവാദത്തിൽ ഉപരാഷ്ട്രപതിയെ വലിച്ചിഴച്ചതിന് പിന്നിൽ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്നും ജി സുകുമാരൻ നായർ ആരോപിച്ചു. പ്രോഗ്രാം നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നല്ലോ, അങ്ങനല്ലേ ഇവിടെ വന്നത്. അതിന്റെ പിന്നില് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതാ പാവം പിടിച്ച വൈസ് പ്രസിഡന്റിനെ കൂടെ അതിനകത്ത് വലിച്ചടച്ചെന്നുള്ളത്. മുഖ്യമന്ത്രിക്കും BJPക്കുമെതിരെ ഒരേ സമയം പോർമുഖം തുറക്കുകയാണ് ജി സുകുമാരൻ നായർ. 24 കോട്ടയം. റിപ്പോർട്ടോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.